നിങ്ങൾക്കറിയാം, ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ സുഗന്ധ ധൂപത്തിൽ നിന്ന് ധൂപമുയർന്ന് അത് മുഴുവൻ ആ മോസ്റ്റ് ഹോളി പ്ലേസിനെ നിറച്ച് ഒരു മേഘം പോലെ നിൽക്കുമ്പോഴാണ് പുരോഹിതൻ അകത്തോട്ട് കടന്നു ചെല്ലുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, സ്വർഗസ്ഥനായിരിക്കും ദൈവം ഉത്തരം അയക്കുന്നത്. ഈ സൗരഭ്യവാസന ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം ആ സൗരഭ്യവാസന മടത്ത് അനുഗ്രഹം തരിക. അവിടെയാണ് അനുഗ്രഹം കടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഈ ധൂപപീഠം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധൂപവർഗം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവ വർഷിപ്പ്, എൻ്റെ ആരാധന. പാപം കൊണ്ട് സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രയാസം എന്ന് പറയുന്നത് ആരാധന മുടങ്ങും. ദൈവവും പാപിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥലമാണ് താമ്രയാഗപീഠം. ആ യാഗപീഠത്തിൽ രക്തം തളിക്കുമ്പോഴാണ് അടുക്കത്തെ കടക്കുവാനുള്ള ഒരു അനുവാദം പുരോഹിതന് വരെ കിട്ടുന്നത്. അത് അകത്തോട്ട് അതില്ലായിരുന്നുവെങ്കിൽ പുരോഹിതന് പോലും അകത്തോട്ട് കടക്കുവാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ താമ്രയാഗപീഠത്തെ ഒറ്റ വേർഡിൽ കൊണ്ടുപോകുക. ആ താമ്രയാഗപീഠം എന്ന് പറയുന്നത് നത്തിങ് എൽസ്, എ ക്ലിയർ കോൺഷ്യസ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. പാപം കൊണ്ട് സംഭവിക്കുന്നത് എൻ്റെ ശുദ്ധ മനസാക്ഷി മലിനപ്പെടുക. പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ശുദ്ധ മനസാക്ഷി എന്ത് ചെയ്യുന്നു? കപടതയായി മാറ്റപ്പെടുക. വീണ്ടും അതിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് കഠിന ഹൃദയമായി മാറ്റപ്പെടുക. ഈ വലിയ അവസ്ഥ കണ്ടുകൊണ്ട് ദാവീദിന് പറയുവാനുണ്ട്, പാപം ചെയ്യുന്നതിന് മുമ്പ് നടുങ്ങണം. When you are about to do sin, നിങ്ങൾ ചെയ്യേണ്ടത് tremble.